ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ പഴയ ഒരു റെസിപ്പിയാണ് കൊള്ളിപ്പുട്ട്. ഈ കൊള്ളിൻ്റെ പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ്. ആവശ്യത്തിന് പൊടിയെടുത്ത് അതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് തിരുമ്മിയെടുക്കാൻ വേണ്ടിയിട്ട്, പുട്ടുപൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോർമൽ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ പൊടി കട്ട പിടിക്കും. അധികം വെള്ളമൊന്നും വേണ്ടി വന്നില്ല. ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം വെള്ളം ഇത് കുഴച്ചെടുക്കാൻ എനിക്ക് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യം വന്നിട്ടുള്ളൂ. ഇപ്പം നമ്മളുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ യെല്ലോയിഷ് കളറിലാണ് നമുക്കത് കിട്ടുന്നത്. പുട്ടുപൊടി നനച്ച് കഴിഞ്ഞാൽ ഇനി പുട്ടുണ്ടാക്കാനുള്ള മോൾഡ് എടുത്ത് അതിലേക്ക് ഇത്തിരി അധികം തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നാലാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പുട്ടുപൊടി ഇങ്ങനെ നിറച്ചു കൊടുക്കുമ്പോൾ ഓവറായിട്ട് നിറച്ചു കൊടുക്കാണ്ടിരിക്കുക, തിക്കായിട്ട് നിറച്ചു കൊടുക്കാണ്ടിരിക്കുക. ഞാൻ സ്റ്റീമറിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഒരുമിച്ചാണ് 3 പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയവും ലാഭം, ഗ്യാസും ലാഭം. ഓക്കെ, ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്ക്. സിമ്പിളാണ്. ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് പുട്ടിൻ്റെ. 15-20 മിനിറ്റാണ് നമ്മൾ ഇത് വേവിക്കാൻ എടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ. നല്ല ടേസ്റ്റുള്ള പുട്ടായിരുന്നു, നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. ഇത് ഇത്തിരി സ്റ്റിക്കി ആയിട്ടാണ് നമുക്ക് കിട്ടുക. സാധാരണ അരിപ്പുട്ട് പോലെ പൊടിഞ്ഞൊന്നും വരില്ല. ഇങ്ങനെ വലിക്കുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഇത്തിരി സ്റ്റിക്കി ആയിട്ടാണ് കേട്ടോ വരിക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്